നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കിപ്പോൾ KS പരീക്ഷ എഴുതി 2 ദിവസം കഴിഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചു. ആ ഒരു ആൻസർ കീ വെച്ച് ചെയ്ത മാർക്കുകൾ എല്ലാവരും തന്നെ ഇപ്പോൾ നോക്കിക്കാണും. എല്ലാവരും നോക്കിയില്ലെങ്കിലും പരീക്ഷയെ ഗൗരവമായിട്ട് കണ്ട് എഴുതിയ ആളുകൾ നോക്കിയിട്ടുണ്ടാവും. പല ആളുകൾക്കും ഇപ്പോൾ മാനസികമായിട്ടൊരു സങ്കടമൊക്കെ ആയി കാണും. കാര്യം പ്രതീക്ഷിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. കാര്യം ഈ പ്രൊവിഷണൽ കീയിൽ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ കുറേയധികം ചോദ്യങ്ങളിൽ ശരിയുത്തരം എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ എന്ത് സംഭവിക്കും? ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സാധ്യത എന്ന് പറയുന്നത് എന്താണ്? ഡിലീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അതിന്റെ സാധ്യത. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ UPSC ആസ്പിരൻസ് ഒക്കെ ധാരാളം ആളുകൾ വന്ന് എഴുതുന്ന ഒരു പരീക്ഷയ്ക്ക് ആകുമ്പോൾ UPSCയുടെ ആൻസറും PSCയുടെ ആൻസറും തമ്മിൽ വ്യത്യാസമൊക്കെ ഉണ്ട് ഇവിടെ. ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടും. അതേപോലെ തന്നെ PSC ബുള്ളറ്റിനിലുള്ള ചില കാര്യങ്ങൾ തന്നെ ചോദ്യപേപ്പറിൽ അതാണ് നൽകിയ ഓപ്ഷനിൽ ഇല്ലാതിരിക്കുന്നത്. അപ്പൊ ശരി ഉത്തരമൊക്കെ മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഈ പേപ്പർ 1ലും പേപ്പർ 2ലും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 15ഓളം, ഒരു മിനിമം ഒരു 12 എണ്ണമെങ്കിലും ഉണ്ടാവും. ഒരു 15ഓളം ചോദ്യങ്ങളെങ്കിലും മാറ്റത്തിന് വിധേയമാക്കപ്പെടും. ഒന്നുകിൽ ഡിലീഷൻ, അതല്ലെങ്കിൽ ഉത്തരം ചേഞ്ച് ചെയ്യപ്പെടാം. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ മാർക്ക് ഇത്ര ഉണ്ട് എന്ന് കരുതിയിരിക്കുന്ന പല ആൾക്കാരുടെയും മാർക്കിൽ വേരിയേഷൻ ഉണ്ടാവാം. ഡിലീഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് മാർക്കുകൾ കുറയാം. അപ്പോൾ ഈ 3 സ്ട്രീമിലും പരീക്ഷ എഴുതിയ ആളുകളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, ഇത്ര മാർക്ക് സ്കോർ ചെയ്ത ആളുകൾക്ക് ധൈര്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിൽ യാതൊരു മാറ്റവുമില്ല. അത്രയും മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പഠനം ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഓർക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ സ്ട്രീം 1ലും 2ലും 3ലും ഒക്കെ പരീക്ഷ എഴുതിയ ആളുകളുണ്ട്. സ്ട്രീം 1ൽ തന്നെയാണെങ്കിലും പരീക്ഷ എഴുതിയ ധാരാളം ആൾക്കാരുണ്ട്. അവിടെ എത്ര പേരെ പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്യും എന്ന് നമുക്കറിയില്ല. കാര്യം 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ എഴുതിയൊരു പരീക്ഷയാണ് സ്ട്രീം 1ലെ. സെലക്ഷൻ എന്ന് പറയുന്നത് എത്ര പേർക്ക് മാത്രം? കഴിഞ്ഞ തവണ 2000ഓളം ആൾക്കാർ മാത്രമാണ് 2160 പേരാണ് സെലക്ട് ചെയ്യപ്പെട്ടത്. ഇത്തവണ അതിലും കുറെ ഒരു 1500 പേരെങ്കിലും എടുക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന ഒരു 90 എന്ന് പറയുന്ന ആ ഒരു ബോർഡർ മാർക്ക് അതായിരിക്കും. ഇനി ഡിലീഷനോ മറ്റോ വന്നു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവാം. ഒരു 85 ഒക്കെ മാർക്കൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സാധ്യതയുണ്ട്. ഒരു 80ന് മുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എത്ര പേര് എടുക്കുമെന്നും നമുക്ക്. അതേപോലെ തന്നെ സ്ട്രീം 2ന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ എടുത്തിരുന്നത് 1048 പേരെയായിരുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് 60 മാർക്കുമായിരുന്നു. അന്ന് കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരുന്നു. 25,000-നടുത്ത് ആളുകളാണ് പരീക്ഷ എഴുതുവാനുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ എന്താ സംഭവിച്ചിരിക്കുന്നത്? പരീക്ഷ ഹാളിൽ അപ്പിയർ ചെയ്ത ആളുകളുടെ എണ്ണം ഏകദേശം ഒരു 7000ഓളം ആളുകൾ മാത്രമാണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? കഴിഞ്ഞ തവണ എഴുതിയ ആളുകളുടെ ഒരു 1/3 ആളുകൾ പോലും ഇത്തവണ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്ട്രീം 2 എന്ന് പറയുന്ന കാറ്റഗറിയിൽ 1000 ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ മാർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000ാമത്തെ റാങ്ക് അല്ലെങ്കിൽ 999ാമത്തെ വ്യക്തി കഴിഞ്ഞിട്ട് വരുന്ന വ്യക്തി, അയാൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അതായിരിക്കും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു 35% മാർക്ക്, അതായത് ഒരു 70 മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ആളുകളെല്ലാം 100% സെക്വേർഡ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് യാതൊരു മാറ്റവും ഇല്ലത് സെക്വേർഡ് തന്നെയാണ്. പക്ഷെ അത് 100% ഉറപ്പുള്ള ആൾക്കാരുടെ കാര്യമാണ്. പക്ഷെ 1000ഓളം ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാർക്ക് എന്ന് പറയുന്നത് അതിലും താഴേക്ക് വരാം. അതായത് ഏകദേശം 5 മാർക്കെങ്കിലും വീണ്ടും കുറയാം. ഈ പറയുന്ന ഡിലീഷനൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന സ്ട്രീം 2വിൽ 7ൽ ഒരാളാണ് പരീക്ഷ എഴുതുന്ന 7ൽ ഒരാളാണ് സെലക്ട് ചെയ്യപ്പെട്ടു വരുന്നത്. അപ്പോൾ സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് കരുതി നമ്മളിങ്ങനെ പഠിക്കണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പരീക്ഷയുടെ 1.5 മാസം മുമ്പോ 1 മാസം മുമ്പോ ആയിരിക്കും ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. ആ സമയത്ത് എന്താ പറ്റുക? പഠിച്ചെടുക്കാനായിട്ട് സമയം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ പിന്നെന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോഴേ തന്നെ തയ്യാറെടുപ്പ് തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പരീക്ഷ KS എന്ന് പറഞ്ഞൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള പല ആളുകൾക്കും കിട്ടിയിരിക്കുന്ന മാർക്കുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് അറൗണ്ട് 90 ആണ്.
90-ന് മുകളിൽ അപൂർവമായിട്ടാണ് ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പറയുന്ന 100-ന് മുകളിലൊക്കെ 1-2 ആളുകൾക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് ഇങ്ങനെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും ചിലപ്പോൾ ഈ പറയുന്ന മാറ്റം വന്നു കഴിയുമ്പോൾ വീണ്ടും കുറയാം. അപ്പോൾ മാർക്കുകൾ എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലിന് വിധേയമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പഠിക്കാതിരിക്കുക എന്ന് പറയുന്നത്, അതായത് പരീക്ഷ എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. അതാണ് ഇവിടെ വേണ്ടുന്നത്. അല്ല മാർക്ക് നോക്കി ഉണ്ടാകുമോ ഇല്ലാതിരിക്കുമോ എന്നുള്ള യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പത്തിന്റെയും കാര്യമില്ല. കാരണം നമ്മൾ പഠിച്ച് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ടത്. കാര്യം ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പഠിച്ച് തീർക്കാനുണ്ട്. അങ്ങനെ തീർക്കാനുള്ള ആ സമയമാണ് നമ്മൾ ലിസ്റ്റിൽ ഉണ്ടാകുമോ ലിസ്റ്റിൽ ഇല്ലാതിരിക്കുമോ എന്നുള്ള ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സ്ട്രീം 2-ലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 60 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പഠനം തുടങ്ങുക എന്നാണ് വേണ്ടത്. 65 മാർക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. കാര്യം ഡിലീഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ 70 മാർക്ക് 80 മാർക്കിലൊക്കെ വീണ്ടും ഇടിവുകളൊക്കെ സംഭവിക്കാം. ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്നത് ചോദ്യം ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലുള്ളതാണ്. കാരണം ഈ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വരുന്നതിന് മുൻപ് തന്നെ പല അക്കാഡമികളും അവരുടെ ആൻസർ കീ അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ആൻസർ കീയിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആൻസർ കീ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മാനാഭിമാന പോരാട്ടങ്ങൾ ഉണ്ടാകും. പരീക്ഷ എഴുതിയ പിള്ളേര് ആൻസർ ചലഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ സ്ഥാപനങ്ങളിലെ ഈ ആൻസർ കീ തയ്യാറാക്കിയ ഫാക്കൽറ്റികള് പിള്ളേരെ കൊണ്ടത് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഡിലീഷൻ എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്കുള്ള മാർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഫൈനൽ മാർക്ക് ആയിരിക്കില്ല. ഒന്നുകിൽ അതിൽ കുറയാം, അതല്ലെങ്കിൽ കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു 15ഓളം ചോദ്യങ്ങളെങ്കിലും ഇങ്ങനെ ആരോപണ മുനയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള ഈ മാർക്കിനെ കുറിച്ച് ചിന്തിക്കാതെ ഫൈനൽ കീ വരുമ്പോൾ ഏകദേശം ഒരു 35% മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഈ പറയുന്ന സ്ട്രീം 2-ലും 1-ലും ഒക്കെയുള്ള ആളുകൾ സ്ട്രീം 2-ൽ ഒരല്പം കൂടി താഴ്ന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഒരു 30% മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. സ്ട്രീം 3 എന്ന് പറയുമ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് എത്രയുണ്ട് എന്നുള്ളത് വിഷയമല്ല. നിങ്ങൾക്ക് ഒരു 25%-ന് മുകളിലോ 30%-ന്റെ ഇടയിലോ മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും കളയാതെ നിങ്ങൾ പഠനത്തിന്റെ പാതയിലേക്ക് തിരിച്ചെത്തുകയാണ് വേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.